ഹലോ ആനന്ദ്, പ്രമീളയാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ നിനക്ക് സുഖമാണോ? എന്താ മാം കാര്യം? നിന്റെ വൈഫ് അടുത്തുണ്ടോ? ആ സൈക്കോ അവിടെ വെട്ടിയെടുത്ത് അടിക്കഷ്ണം പോലെ കിടപ്പുണ്ടോ. വെറുതെ അവളെ പറ്റി സംസാരിക്കില്ല. എന്റെ മൂഡ് ഇറ്റ്സ് റിയലി സാഡ്. ഫോണൊന്ന് കൊടുക്ക്. ഫോണോ കൊടുക്കട്ടോ? ഹലോ, ബോംബെറിഞ്ഞ് കൊന്നു കളഞ്ഞ മധുവിന്റെ ഭാര്യ. ഓഹോ, താൻ മരിച്ചില്ലേ? പത്രത്തിൽ ചരമകോളത്തിൽ തന്റെ പേര് കണ്ടല്ലോ. കുറച്ചു മുമ്പ് മധുവിന്റെ ബോഡിയിൽ നിന്ന് റിക്കവർ ചെയ്ത സാധനങ്ങളെല്ലാം പോലീസുകാർ കൊണ്ടുവന്ന് തന്നു. എന്താ നിന്റെ ശബ്ദത്തിനൊരു മാറ്റം? കൂട്ടത്തിൽ ആ മോതിരം മാത്രമില്ല. അതെങ്ങാനും കയ്യിലുണ്ടെങ്കിൽ ഓർത്തോ, അതിട്ടവരൊന്നും അധിക നാള് വാണിട്ടില്ല. അതിന് നിങ്ങൾ വീണവരല്ലേ കണ്ടിട്ടുള്ളൂ, വാണവരെ കണ്ടിട്ടില്ലല്ലോ. അയ്യന്റെ മോനെ, ഇതുപോലെ ഏതെങ്കിലും പൊനത്തിനകത്തിരുന്ന് എനിക്കിത് പറയാം. നീ തിരുവനന്തപുരത്തിന് വന്ന് നോക്ക്. ഞാൻ വരും, അധികം വൈകാതെ തന്നെ. ഇതുവരെ ലതീഫങ്കളുടെ പേനത്തുമ്പിലെ ഇമാജിനറി ഗ്യാങ് മാത്രമായിരുന്നു ബിനു ഗ്യാങ്. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. നീ തമാശ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോയി വല്ലതും കഴിക്ക്. തമാശ അല്ല, കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. എങ്കിൽ നീ വന്നു നോക്ക്, നമുക്ക് കാണാം. ആ കാണാം. എന്റെ പൊന്നു മണ്ടന്മാരെ. ഇപ്പോൾ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിലെ പ്രതികൾ പോലീസ് പിടിയിൽ. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമിംഗലും ഒക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ 21-ാം തീയതി ആ കുട്ടി നിന്റെ ഫ്ലാറ്റിൽ ഫുഡ് ഡെലിവറിക്ക് വന്നു. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് നീ ആ കൊച്ചിനെ കയറി പിടിച്ചായിരുന്നു അല്ലെ? കേറി പിടിച്ച് ഉമ്മം വെച്ചു. അയാളുടെ പല്ലുകൊണ്ട് പാട് അവളുടെ മുഖത്തുണ്ട്. കാണുന്നെങ്കിൽ വാ. അങ്ങനെ പറ്റിപ്പോയി സാറേ. ഇനിയുള്ള കാര്യം പറ സാറേ. കാര്യോ? എന്തൊട്ട് കാര്യം പറയടാ. എന്ത് കാര്യം? വേണ്ട സാർ, അല്ലല്ലേ സാറേ. ഇനി എന്നെ തല്ലല്ലേ സാറേ. 2 ബൈപ്പാസ് ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുക. അവളെ കണ്ടപ്പോ തോന്നിയ ആഗ്രഹമല്ലേ സാറേ. ഞാൻ ചോദിച്ചു, അവള് തന്നില്ല. ചോദിക്കുമ്പോ അങ്ങോട്ട് എടുത്തു തരാൻ അവലോസം ഉണ്ടേ അല്ല. ഞാൻ ചോദിക്കുമ്പോ അവളൊന്ന് തന്നിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നു. അവളുടെ അനിയത്തിക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയോളൂ നിനക്ക്? അതിന് അവള് കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ സാർ. അരവിന്ദൻ ഒരു നിരപരാധിയാണ്. എന്ത് പറയാനാ, പറ്റിപ്പോയി സാർ. പേടിപ്പിക്കല്ലേ. നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ സുഖമില്ലാത്ത കുട്ടിയാന്ന്? ലേറ്റ് നൈറ്റിൽ ആളറിഞ്ഞിട്ട് മതി തെളിവെടുപ്പൊക്കെ. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്. എനിക്കത് ടെൻഷൻ ആവുന്നു. ഇവിടെ മൊത്തം പോലീസുകാരെ ഉമ്മാർ എന്നെന്തെങ്കിലും ചെയ്യും. കൊല്ലൊന്നുമില്ല. പേടിക്കണ്ട, അച്ഛൻ തൊട്ടടുത്തുണ്ട്. നിന്നെ ആരും ഒരു ചുക്കും ചെയ്യലടാ. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ധൈര്യമായിട്ട് ഞാനുണ്ടല്ലോ ഇവിടെ. ഇനി ഞാൻ കീച്ചാം. സുധീറെ, നീ വേണമെങ്കിൽ അവിടെ നൂരിക്കും. ഇത് ഞങ്ങളുടെ സാറും നിന്റെ അച്ഛനും തമ്മിലൊരു കളിയാ. നല്ല കളിക്കാരനാ. ഓക്കെ, ഇയാൾ എന്തായി പറയുന്നത്? அப்போ வந்தான் தலைவர் அவன். வந்தா சுட்டா செத்தா ரிப்பீட். வந்தா சுட்டா செத்தா ரிப்பീറ്റ്. അപ്പൊ എന്തായാലും സംഭവം നമ്മുടെ വെട്ടിക്കെട്ട് വടക്കം നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. കണ്ണനെ ആരെങ്കിലും തൊട്ടാ രാജു വെറുതെ ഇരിക്കില്ല, അത് സ്വന്തം അച്ഛനായാൽ പോലും. அன்புக்காக உயிர் கொடுப்பான், இல்லன்னா உயிரே எடுப்பான். എവിടെയാണ്? എടാ, പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ പുറത്തിറങ്ങിപ്പാ. ഇറങ്ങി വന്നാലേ കുത്തി മലത്തിക്കളയും നമ്മള്. ഞാൻ കളിക്കൂല. പിടിപിടി. ജീവനി കൊതിയുണ്ട് എന്നെ പറ. അയ്യോ വിടു. അയ്യോ, കുഴപ്പമൊന്നും കാണിക്കരുത്. പറയുന്നതൊക്കെ എന്താ പവർ? നല്ല വേദന ഉണ്ട്. മോശമായി, വളരെ മോശമായി. പോരുന്നു തന്നെ ഇവിടെ. എന്റെ മാനേജറാക്കാം. അമ്മയുടെ പിണ്ണതയിലോ ഇരിക്കുന്നേ? നിനക്ക് വേണ്ടി സ്വന്തം അച്ഛനെ തല്ലാൻ പോയാടാ ഞാൻ. ഇതാണ് എനിക്ക് തരുന്ന കൂലി. അടിച്ചവന്മാര് മുഖം മൊബൈലിന്റെ ഫേസ് ഡിറ്റക്ഷൻ വർക്ക് ചെയ്യാത്ത കോലത്തിലാക്കി. ചിരിക്കരുതേ. എലിക്സർ കുണ്ടി
നിന്റെ അപ്പൻ്റെ ഞാനോട് ഇപ്പൊ സുഭാഷ് നഗർ. അയ്യേ എന്താ അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. എന്താ നിനക്കെല്ലാം ഭസ്മരത്തിന്റെ സുണ്ടാ ഒറ്റ ഒരുത്തി കാരണം എന്റെ ചേട്ടനിപ്പോ മിസ്സിംഗാ. അതിനൊരു തീരുമാനമാക്കണം, ഞാൻ ഇവിടുന്ന് പോവില്ല. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. വിട്ടോ രണ്ടാളും സ്ഥലം വിട്ടോ. എനിക്ക് അവനെ പറ്റി സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല. എന്നാ നമുക്ക് ശ്രീലങ്ക കരാറിനെ പറ്റിയും സൗദി അറേബ്യയിലെ കൂട്ടക്കൊലയെ പറ്റി സംസാരിക്കാം. എന്താ നിന്റെ ചേട്ടൻ എവിടെയെങ്കിലും പോയി ഞാൻ എന്ത് ചെയ്യാനാണ്? ചാവട്ടെ അവനൊക്കെ, ഇറങ്ങി പോടാ. എന്റെ അടുത്ത് വെളിച്ചെടുത്തിട്ടല്ലേ കാല് മണിക്കടിച്ച എന്തോടോ ഈ കാണിക്കണേ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മളൊക്കെ പ്രശ്നമുള്ളൂ. പോലീസ് അറിയിക്കുമ്പോ മാണി മാണി പോലെ പറയും. ഇയാൾക്ക് എന്താണ് വയ്യേ? എന്നാലും ഇങ്ങനെയോട് പെടുന്നത് എന്തൊരു ഇവന് തലയ്ക്ക് വല്ലതും പറ്റിയോ? പുറമേ പരിക്കൊന്നും കാണുന്നില്ല. സാറേ ഇവരിടയിൽ ഒരു സംസാരം കേട്ടപ്പോ എനിക്കും ശരിയാൻ തോന്നി. എന്താണ് കാര്യം? സാറേ ശങ്കറിന് സാറിനോട് എന്തോ പറയാനുണ്ട്. ശരി പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ കാതോർത്തിരിക്കാം. എന്താ ശങ്കര? ഇയാളെന്താ എന്ന് വേർക്കുന്നേ? നീ എന്തെങ്കിലും ഒന്ന് പറയേ. എന്തെങ്കിലും ഒന്ന് പറയണോ? കുഞ്ഞുണ്ണി നിന്റെ ശബ്ദം ഒന്ന് കേക്കട്ടെ. ദൈവമേ വടിയായ അളിയാ കോപ്പ്. കേശവന്റെ മക്കളെ കൊണ്ടുവന്നില്ലേ, അതുപോലെ ഇവർക്ക് ഇവരുടെ മക്കളെയും കൊണ്ടുവരണമെന്ന് പറയുന്നേ. എന്താ കാഴ്ച ബംഗ്ലാവോ? ഫാമിലി ടൂർ നടത്താൻ? എന്നാ വഴിമാറ്. കൊഞ്ചം തള്ളുക. ഡ്യൂട്ടി വിഷയത്തില് ഞാൻ ரொம்ப സ്ട്രിക്റ്റ് തെരീതാ. ഈ എന്ത് മിണ്ടാഞ്ഞ് നാവറങ്ങിപ്പോയോ? എടാ ഞാൻ ചോദിക്കാൻ വേണ്ടി വരുമല്ലായിരുന്നോ? അയ്യോ എന്നിട്ട് എന്ത് പറ്റി? ഇവനിടെ കയറി പറഞ്ഞു വില കളഞ്ഞില്ലേ? പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എടാ നീ ശരിക്കും ഗ്രാമത്തലവനെ കൊന്നാണോ? അതെന്താ സുമേഷ് നീ അങ്ങനെ പറഞ്ഞേ? അതോ വല്ലവരും ചെയ്ത കുറ്റം ഏറ്റെടുത്തിട്ട് ജയിലിൽ പോയതാണോ? പൊന്നനിയ പാക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് കത്തിപ്പുറത്ത് വീണതാ. അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തിയോണ്ട് കുത്തിയതാക്കി മാറ്റി. അവന്റെ ഒരു മീശയും കോടതി വിശ്വസിച്ചല്ലോ, എനിക്കത് മതി. ഈ മന്ത്രി ഒന്ന് കൊളവാക്കുമെന്ന തോന്നേ. എന്തായിരുന്നു നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങൾ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന്. വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ഒരു വേഷമാണ്. അയ്യന്റെ മോനെ. അപ്പൊ ഞാനത് ഞെട്ടിപ്പോയി അപ്പം എന്റെ വിചാരം ചെറിയ എന്തെങ്കിലും വേഷമായിരിക്കും ചെയ്യണേ. നിന്നെ കൊണ്ട് അതിനെ കൊള്ളാവൂ. ഇതിന് ഡയറക്ടർ സക്കീർ മഠത്തിൽ ഇവിടുത്തെ പണി പോയി. അപ്പൊ എന്റെ ഒരു ഇത് വെച്ചിട്ട് നോക്കിയിട്ട് എനിക്കത് വിൻ ചെയ്താൽ ഓക്കെ ആകും എന്ന് എനിക്ക് തോന്നി. എടാ എന്റെ അമ്മയുടെ സത്യം ഞാനാക്കുന്നത് ഈ കൈ കൊണ്ട് വെടിവെച്ച്. കള്ള പന്നി. ഇങ്ങേരിതെന്താ വെടികൊണ്ട് വന്നേ പോലെ ഓടി വരുന്നത്? ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലൊന്നും വേണ്ട കേട്ടോ. ആന്റണി നിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തില്ല. അല്ല ഞങ്ങളെ കുടുംബത്തിൽ കയറി തീരുമാനം. ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങലൊക്കെ ഇനി എന്നോട് ചോദിച്ചിട്ട് മതി. ഇനിയിപ്പൊ ഞാനുണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. കൈമ പിടിക്കേ കാല് പിടിക്കണം. എവിടെ ഇത് വന്നിറങ്ങിയേ? ശുക്രനിലോ? പെണ്ണിയുടെ ഒടുക്കത്ത് ചവിട്ട് കഞ്ഞി ഇറങ്ങുന്നില്ല. ഇതവരുടെ കുടുംബ പ്രശ്നമാണ്. അതിനെ നീയൊന്നും ഇതിൽ ഇടപെടണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാല്ലേ? എങ്ങനെ പറഞ്ഞ പോലെ? അതിപ്പോ കുടുംബ പ്രശ്നം തീർക്കാൻ തന്നെ അവരിവിടെ കൊണ്ടുവന്നേ. നാ ഇവിടെ കിടന്നല്ലോളി. ഇല്ലടാ അച്ഛൻ കണ്ടില്ല. അച്ഛൻ അയാളെ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. വേണ്ട കളിയാക്കണ്ട. ഐഡ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. ചീത്ത ഐഡ്രോസ് മഹാപശക. അവളെ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട കേട്ടോ. വെറുതെ വിടില്ല അവളെ. വണ്ടി എടുക്കടാ ജോസേ. എടാ കോപ്പേ, 15 കൊല്ലം മുമ്പ് നിനക്ക് വേണ്ടി ഒരു ഉണ്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നിന്ന് ചിരിക്കാതെ വെക്കാവടി. നിന്നെ തീർത്ത നിന്റെ തൂക്കത്തിലുള്ള പണം അതാ ലോറൻസ് ചേട്ടന്റെ ഓഫർ. മാറ്റത്തിന്റെ അടുത്ത് കളിച്ചവരൊന്നും ഇതുവരെ കളി ജയിച്ചു പോയിട്ടില്ല. ആശാനെ പഴിച്ചു. അയ്യോ ഈ നാശം പിടിച്ച ഒരു കാറ്റ്.
ഓടാ പട്ടി. കർത്താവേ, അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ.